ജില്ലാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. തിക്കോടി പഞ്ചായത്തിൽ ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് കായിക മന്ത്രി ഒ.ജെ. ജനീഷ്. നീന്തൽ പഠനം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് വിദ്യാ ബാലകൃഷ്ണൻ MLA. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി വിപത്തിനെതിരെ കരുതാം കൈകോർക്കാമെന്ന ബോധവൽക്കരണ പരിപാടിയുമായി മാത്ര MG നഗർ സലഫി മദ്രസ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും പ്രവൃത്തികൾ പൂർത്തിയാക്കിയതിനു ശേഷം ജില്ലാ ആശുപത്രിയായി പ്രഖ്യാപിക്കുമെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊയിലാണ്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ സന്ദർശിച്ചു. സന്ദർശന ശേഷം ജനപ്രതിനിധികളുടെയും ആശുപത്രി വികസന സമിതി അംഗങ്ങളുടെയും അവലോകന യോഗം ചേർന്നു. ആശുപത്രിയിൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ മോർച്ചറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്കായി തൊട്ടടുത്തുള്ള 10 സെന്റ് റവന്യൂ ഭൂമി വിട്ടു നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ആശുപത്രിയിൽ രക്തബാങ്ക് ഉടൻ ആരംഭിക്കും. അത്യാഹിത വിഭാഗത്തിൽ ഒഴിവുള്ള 4 മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക ഉടൻ നികത്തും. അസിസ്റ്റന്റ് സർജൻ, റേഡിയോളജിസ്റ്റ്, അനസ്തറ്റിസ്റ്റ്, ജൂനിയർ കൺസൾട്ടന്റ് സർജറി എന്നിവരെയും നിയമിക്കും. സർക്കാർ ആശുപത്രികളിലെ പോരായ്മകൾ പരിഹരിക്കുകയും രോഗികളെ തറയിൽ കിടത്തുന്നത് കർശനമായി ഒഴിവാക്കുകയും ചെയ്യും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി ആശുപത്രികളുടെ ഭൗതിക നിലവാരം ഉയർത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഈ പോസ്റ്റ്മോർട്ടം ഈ ഭൂമി കിട്ടിയ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ആരംഭിക്കാൻ കഴിയും. അപ്പൊ ആരംഭിക്കാൻ കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഫോറൻസിക് സർജൻ വരും. ഇത് ആരംഭിക്കുമ്പോൾ ആരംഭിക്കാനുള്ള സംവിധാനം ഈ സ്ഥലം എടുത്ത് 10 സെന്റാണ് കഴിഞ്ഞു കൂടുന്നത്. അപ്പൊ അത് MLA സൂപ്രണ്ടും കൂടെ ആ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ കെട്ടിടം പണി പൂർത്തിയാകുമ്പോഴാണ് നമുക്ക് പുതിയ പോസ്റ്റ് ക്രിയേഷൻ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അന്നാണ് ജില്ലാ ആശുപത്രിയിൽ പ്രഖ്യാപിക്കുന്നത്. ചടങ്ങിൽ കെ പ്രവീൺ കുമാർ MLA അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ MP വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ UK ചന്ദ്രൻ, പയ്യോളി നഗരസഭാ ചെയർപേഴ്സൺ N സാഹിറ, കൊയിലാണ്ടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ CT ബിന്ദു, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AP സുധീഷ്, കൗൺസിലർമാർ, ആശുപത്രി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. തിക്കോടി പഞ്ചായത്തിൽ ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. സ്റ്റേഡിയം നിർമ്മിക്കുന്ന കോടിക്കൽ പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിക്കോടി പഞ്ചായത്തിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടിക്കൽ പ്രദേശം കായിക മന്ത്രി ഒ.ജെ. ജനീഷ് സന്ദർശിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അനുവദിക്കുന്ന ആദ്യ സ്റ്റേഡിയമായി ഇത് മാറുമെന്ന് മന്ത്രി പറഞ്ഞു. അനുബന്ധമായി കായിക രംഗത്ത് നടപ്പാക്കാവുന്ന പദ്ധതികളുടെ സാധ്യതകളും പരിശോധിക്കും. പ്രദേശത്തിന്റെ ടൂറിസം, ബീച്ച് ഡ്രൈവ് സാധ്യതകൾ പരിഗണിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. MLA അത് നേരിട്ട് ആവശ്യപ്പെടുകയും ഇവിടെ ഒരു ഫുട്ബോൾ മൈതാനവും അതുപോലെ തന്നെ കായിക പ്രേമികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു നല്ല ഇടമുണ്ട്, അതൊന്ന് വന്ന് മന്ത്രി നേരിട്ട് കാണണം എന്നാവശ്യപ്പെട്ടനുസരിച്ചിട്ട് ഇവിടേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രദേശത്തെ കായിക പ്രേമികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഫ്ലഡ് ലൈറ്റഡ് ആയിട്ടുള്ള ഒരു മൈതാനമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനം ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആരംഭിക്കുന്ന ഞങ്ങളുടെ വകുപ്പിൽ നിന്ന് ആദ്യമായി കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു മൈതാനമായിട്ട് ഇത് മാറും.
ഞങ്ങൾ ആദ്യം ചർച്ച ചെയ്തത് ഗാലറിയൊക്കെ കെട്ടി വലിയ രീതിയിലാക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ കുറെ കൂടി ഗുണകരമാവുക ഫ്ലഡ് ലൈറ്റഡ് ആക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ 5 മണി മുതൽ രാത്രി 10-12 മണി വരെ ഈ പ്രദേശത്തെ ചെറുപ്പക്കാർക്ക് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതൊരു വലിയ മുന്നേറ്റമായിട്ട് മാറും എന്നുള്ളതുകൊണ്ടാണ് അത് ഫ്ലഡ് ലൈറ്റഡ് ആക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അനുബന്ധമായ ഈ പ്രദേശത്തിന്റെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അനുബന്ധമായ കായിക രംഗത്തെ കൊണ്ടുവരാൻ കഴിയുന്ന മറ്റു പദ്ധതികളെ പറ്റി കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി അതിനുശേഷമുള്ള ഘട്ടങ്ങളിൽ അനുവദിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വകുപ്പിൽ നിന്ന് അനുവദിച്ചു കൊടുക്കും. ഒരു ടൂറിസത്തിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്, നല്ല ബീച്ച് ഡ്രൈവിന് പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. കഴിയുമെങ്കിൽ അത്തരത്തിലൊരു കോമ്പറ്റീഷൻ കൂടി ഇവിടേക്ക് തന്നെ കൊണ്ടുവരാന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ സ്ഥലം എല്ലാവർക്കും. തുടർന്ന് പയ്യോളി നഗരസഭയിലെ കുഞ്ഞാലിമരക്കാർ മ്യൂസിയവും മന്ത്രി സന്ദർശിച്ചു. അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ MLA, മറ്റ് ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവരും മന്ത്രിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. നീന്തൽ പഠനം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് വിദ്യാ ബാലകൃഷ്ണൻ MLA. നന്മണ്ട അക്വാട്ടിക് അക്കാദമിയുടെ നീന്തൽ പരിശീലന പരിപാടിയുടെയും സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു MLA. ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും നീന്തൽ അഭ്യസിക്കുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ MLA പറഞ്ഞു. നന്മണ്ട അക്വാട്ടിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നീന്തൽ പരിശീലന പരിപാടിയുടെയും സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീന്തൽ പരിശീലിക്കുന്നതിൽ ഇതിന്റെ ഒരു 2 വേർഡ് കോട്ടിങ് കണ്ടു. നീന്തൽ ആത്മരക്ഷയ്ക്ക്, ആരോഗ്യത്തിന്. ആത്മരക്ഷയ്ക്ക് മാത്രമല്ല, മറ്റു പലരുടെയും ജീവൻ പോലും രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഐറ്റമായിട്ടാണ് സ്വിമ്മിങ്ങിനെ ഞാൻ കണ്ടിട്ടുള്ളത്. നന്മണ്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീല പാടിക്കര അധ്യക്ഷത വഹിച്ചു. നന്മണ്ട അക്വാട്ടിക് അക്കാദമി പ്രസിഡന്റ് AK മുഹമ്മദ് ഇക്ബാൽ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വാർഡംഗങ്ങളായ പ്രേമലത, നീന ശശീന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. ഭാസ്കരൻ നായർ, MK ചന്ദ്രൻ, പ്രഭാകരൻ M എന്നിവർ സംസാരിച്ചു. നന്മണ്ട അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറി VV സുഹാസൻ നന്ദി രേഖപ്പെടുത്തി. വിവിധ ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ നീന്തൽ പരിശീലനത്തിന്റെ പ്രാധാന്യവും ജലസുരക്ഷാ ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 1 മണിക്കൂർ സെഷനാണ് നമ്മൾ ഇതിനു വേണ്ടി പരിശീലനം കൊടുക്കുന്നത്. 15 മണിക്കൂർ എന്നത് കുട്ടികൾ നീന്തൽ പഠിക്കുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ ഡ്യൂറേഷൻ ചിലപ്പോൾ 20 ദിവസം 25 ദിവസം എന്ന നിലയിലേക്ക് നിന്നുള്ളൂ. 15 വർഷം കൊണ്ട്, ഇത് 16ാമത്തെ വർഷമാണ്. 15 വർഷം കൊണ്ട് ഏതാണ്ട് 1800ഓളം കുട്ടികൾക്ക് ഞങ്ങൾക്ക് പരിശീലനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നീന്തൽ ഒരു കായിക ഇനം എന്നതിലുപരി ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ജീവിത നൈപുണ്യമാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തുന്നത്. കുട്ടികളിൽ ആത്മവിശ്വാസവും ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കാനും ജലഭയം അകറ്റാനുമാണ് ഈ പരിശീലനം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി വിപത്തിനെതിരെ കരുതാം, കൈകോർക്കാം എന്ന ബോധവൽക്കരണ പരിപാടിയുമായി മാത്തറ MG നഗർ സലഫി മദ്രസ. പന്തിരാങ്കാവ് SI അബു താഹിർ AS പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുകയും സമൂഹത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. ലഹരിയുടെ ആരോഗ്യ, സാമൂഹിക, സാമ്പത്തിക, കുടുംബപരമായ പ്രത്യാഘാതങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ, പോസ്റ്ററുകൾ, സന്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ ലഹരി വിരുദ്ധ പ്രദർശനവും ഒരുക്കി. ലഹരി വിരുദ്ധ സദസ്സ് പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷൻ SI അബു ത്വാഹിർ AS ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയെ ലഹരിയിൽ നിന്നും സംരക്ഷിക്കാൻ കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മത സാമൂഹിക സംഘടനകളും കൈകോർക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ISM ജില്ലാ ട്രഷറർ അസ്ലം MG നഗർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BP സലീം, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് അംഗം ഫൈസൽ, അഷറഫ് ബാബു, റഷീദ് ഒളവണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID
quality 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. CSCO 2026-28 വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ചടങ്ങ് ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി അഡ്വക്കേറ്റ് PN റഷീദ് അലി, ജനറൽ സെക്രട്ടറിയായി PN വലീദ് എന്നിവരുൾപ്പെട്ട 7-അംഗ ഭരണസമിതിയാണ് ചുമതലയേറ്റത്. ചെറുട്ടി റോഡ് MSS ഹാളിൽ നടന്ന ചടങ്ങിൽ VK ഫൈസൽ ബാബു MLA പുതിയ ഭാരവാഹികൾക്ക് സ്ഥാനചിഹ്നം നൽകി ഉദ്ഘാടനം ചെയ്തു. CSCO എന്ന് പറയുമ്പോൾ ഈ കോഴിക്കോട് മണ്ണിൽ, ഈ തെക്കേപ്പുറത്ത്, ഈ കുറ്റിച്ചിറയിൽ, ഈ മണ്ണിൽ നിങ്ങൾ ഇവിടെ വളർന്ന്, ഇവിടെ പടർന്ന്, ഇവിടെ ഒരു വസന്തം പോലെ ഒരുപാട് സുഹൃതങ്ങളൊക്കെ പടർത്തുന്ന ഒരു പ്രസ്ഥാനം. പക്ഷെ അതെല്ലാം ഒരു പ്രൊഫഷണൽ സംവിധാനത്തോടു കൂടി പോകുന്നു എന്നത് ഇറ്റ്സ് എ ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. CSCO മുൻ പ്രസിഡന്റ് CBV സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. മുൻ ജനറൽ സെക്രട്ടറി ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ ഷഹദ് ബിൻ അലി, PV മുഹമ്മദ് യൂനസ്, സെക്രട്ടറിമാരായ സനാഫ് പാലക്കണ്ടി, KV അബ്ദുൽ ഗഫൂർ, ട്രഷറർ SM മുഹമ്മദ് സാലിഹ്, ഡോക്ടർ അലി ഫൈസൽ, CP കുഞ്ഞഹമ്മദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ബീച്ച് ഇൻസ്റ്റലേഷൻ സെറമണിയും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. MLA-മാർക്കുള്ള ആദരവും വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ബീച്ചിന്റെ 2026-27 വർഷത്തെ ഇൻസ്റ്റലേഷൻ സെറമണിയും കുടുംബസംഗമവും ചക്കോരത്തുകുളത്ത് റോട്ടറി ഹാളിലാണ് സംഘടിപ്പിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് ജാൻസി CK അധ്യക്ഷയായിരുന്നു. ക്ലബ്ബ് സെക്രട്ടറി രാജേശ്വരി MR വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ PS സ്വരാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രസിഡന്റ് ജാൻസി CK, സെക്രട്ടറി രാജേശ്വരി MR, ട്രഷറർ ഷൈജ സന്തോഷ് എന്നിവർ സ്ഥാനമേറ്റു. ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മൈക്ക് സെറ്റ് കൈമാറി. മാത്തോട്ടത്തെ അങ്കണവാടിയിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചന്ദനത്തൈ വിതരണത്തിനും ചടങ്ങിൽ തുടക്കമായി. തുടർന്ന് പുതുതായി ക്ലബിൽ അംഗത്വം നേടിയ ട്രിസ മാത്യു, വിജയശ്രീ K എന്നിവരെ ഇൻഡക്ഷൻ ചടങ്ങിലൂടെ ക്ലബിലേക്ക് സ്വാഗതം ചെയ്തു. ലയൺസ് ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി K പ്രേംകുമാർ, പ്രിൻസിപ്പൽ അഡ്വൈസർ E അനിരുദ്ധൻ, ലയൺസ് കോഴിക്കോട് ഡിസ്ട്രിക്ട് സെക്രട്ടറി PM ഷാനവാസ് RC, സെറ്റ്സി കോർഡിനേറ്റർ സെനോൺ ചക്കിയാട്ട്, റീജിയണൽ ചെയർപേഴ്സൺ ഡോക്ടർ അവനി സ്കന്ദൻ, സോണൽ ചെയർപേഴ്സൺ PK ഹരീഷ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ UK ഭാസ്കരൻ നായർ, P സജീവ് കുമാർ എന്നിവരും സംസാരിച്ചു. E രജീഷ്, MK സന്തോഷ് കുമാർ, O അബ്ദുൽ കബീർ, ജോസഫ് മാത്യു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫാറൂഖ് ഹൈസ്കൂൾ 1994 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തിരുമുറ്റം 94 സഹപാഠി സംഗമം നടത്തി. പരിപാടിയിൽ ജനപ്രതിനിധികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. തിരൂരങ്ങാടി MLA PMA സമീർ, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M സമീറ, രാമനാട്ടുകര മുനിസിപ്പൽ കൗൺസിലർ V അബ്ദുൽ ലത്തീഫ്, ഫറൂഖ് മുനിസിപ്പൽ കൗൺസിലർ CK സജന തുടങ്ങിയവർക്ക് സ്നേഹോപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ചെയർമാൻ ബഷീർ കോടമ്പുഴ അധ്യക്ഷത വഹിച്ച സംഗമം മുൻ പ്രധാനാധ്യാപിക സുഹറ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ NC അബൂബക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PMA സമീർ MLA, M സമീറ, V അബ്ദുൽ ലത്തീഫ്, CK സജന, സൗദ, രശ്മിക്, സജിനി, നദീറ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹ സൗഹൃദം പുതുക്കലും കലാപരിപാടികളും നടന്നു. സംഘാടക സമിതി കൺവീനർ ഫസൽ മഠത്തിൽ, ട്രഷറർ നവീദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചുമട്ട് തൊഴിലാളി യൂണിയൻ STU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ MLA-മാർക്ക് സ്വീകരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി. ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ട STU സംസ്ഥാന പ്രസിഡന്റ് M റഹമത്തുള്ള, MA റസാഖ്, ഫൈസൽ ബാബു, ജയന്ത് എന്നിവരെയും മഞ്ചേരി മുനിസിപ്പൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് എന്നിവർക്കുമാണ് സ്വീകരണം നൽകിയത്. SSLC, +2 പരീക്ഷകളിൽ വിജയം നേടിയ യൂണിയന്റെ ജില്ലയിലെ തൊഴിലാളികളുടെ മക്കൾക്ക് എല്ലാ വർഷവും നൽകുന്ന A മൂസക്കോയ ഹാജി സ്മാരക അവാർഡ് ദാനവും ചടങ്ങിൽ നടത്തി. അനുമോദന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് FT അബ്ദു അധ്യക്ഷനായിരുന്നു. STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷറഫ് അനുമോദന പ്രഭാഷണം നടത്തി. ദേശീയ വൈസ് പ്രസിഡന്റ് PM ഹനീഫ, ജില്ലാ പ്രസിഡന്റ് AKC ബഷീർ, യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി N മുഹമ്മദ് നദീർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള അബ്ദുൽ നാസർ P, KK ഹൈദർ അലി, ഷിഹാബ് എന്നിവരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PIMT ഫ്യൂച്ചർ ടെക് അക്കാദമി പുതിയ ക്യാമ്പസ് മാവൂർ റോഡ് അരയടത്തുപാലത്ത് പ്രവർത്തനം ആരംഭിച്ചു. MLA K ജയന്ത് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് റിപ്പയർ മേഖലയിൽ 1982 ആരംഭിച്ച പ്രഭ എന്റർപ്രൈസസിൽ നിന്നുമാണ് PIMTയുടെ ആരംഭം. മൊബൈൽ ഫോൺ കോഴിക്കോട് എത്തിയ കാലം 1996-97 മുതൽ തന്നെ മൊബൈൽ ഫോൺ സർവീസിൽ സജീവമാണ് PIMT. സാങ്കേതിക വിദ്യ മാറുന്നതിനോടൊപ്പം ടെക്നീഷ്യൻസിന്റെ സ്കില്ലും നോളജും മാറ്റിക്കൊണ്ടുവന്നതിനാലാണ് ഇന്നും സ്ഥാപനം വിജയകരമായി പ്രവർത്തിക്കുന്നതെന്ന് സെന്റർ ഡയറക്ടർ ജൂഡ് ആന്റണി പറഞ്ഞു. ഇപ്പോൾ ഈ ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സുകൾ എന്ന് പറയുന്നത് ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ മീൻസ് ടെക്നിക്കലി അപ്ഗ്രേഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാലഘട്ടത്തിനനുസരിച്ച് കൃത്യമായിട്ട് അത് അപ്ഗ്രേഡ് ചെയ്ത് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരാൻ കഴിഞ്ഞത് കൊണ്ട് നമുക്ക് അന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്ഥാപനം ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജിയുള്ള ആപ്പിളും ആൻഡ്രോയിഡൊക്കെ പോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകൾ വരെ നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും കാലഘട്ടം കൊണ്ട് നമ്മൾ ആർജിച്ചെടുത്ത ആ ഒരു ടെക്നോളജിക്കൽ സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു നോളജ് സർവീസ് സ്കില്ല് അത് മറ്റുള്ള ഒരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. PIMTയിലെ ടെക്നിക്കൽ സ്കിൽ വളർത്തിക്കൊണ്ടുവരാൻ കൂടിയാണ് PIMT ഫ്യൂച്ചർ ടെക് അക്കാദമി എന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. നിലവിൽ ഡിപ്ലോമ ഇൻ സ്മാർട്ട് ഫോൺ ടെക്നോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ സ്മാർട്ട് ഫോൺ ടെക്നോളജി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ CNC മെഷീൻ ആൻഡ് പ്രോഗ്രാമിംഗ്, ഡിപ്ലോമ ഇൻ CNC മെഷീൻ ആൻഡ് പ്രോഗ്രാമിംഗ്, ലാപ്ടോപ്പ് റീ എഞ്ചിനീയറിംഗ് കോഴ്സ്, റോബോട്ടിക് കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നിവയാണ് സ്ഥാപനത്തിൽ നൽകുന്നത്. കോഴിക്കോട് മാവൂർ റോഡിൽ അരയടത്തുപാലം കണ്ണങ്കണ്ടി ചേംബേഴ്സിൽ 3ാം നിലയിൽ ആരംഭിച്ച PIMT ഫ്യൂച്ചർ ടെക് അക്കാദമിയുടെ ഉദ്ഘാടനം പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടന്നു. K ജയന്ത് MLA വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വാർഡ് കൗൺസിലർ ജിഷ ശബരീഷ് മുഖ്യാതിഥിയായി. പ്രഭ എന്റർപ്രൈസസ് ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ബാലൻ തിരുമംഗലത്ത്, കോ ഫൗണ്ടർ ആൻഡ് MD ബിജേഷ് തിരുമംഗലത്ത്, സെന്റർ ഡയറക്ടർ ജൂഡ് ആന്റണി, ഡയറക്ടർ സാമുവൽ ബ്രൂസ് മാത്യൂസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് GHM ജിനിത്ത് ലാൽ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
KNM മർക്കസുദവ സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലയിലെ MLA-മാർ പങ്കെടുത്തു. അരാജകത്വത്തിനെതിരെ ജില്ലാ സമിതി നടത്തുന്ന പ്രചരണത്തിനും ചടങ്ങിൽ തുടക്കമായി. KNM മർക്കസുദവ കോഴിക്കോട് ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടനാ ആസ്ഥാനമായ മർക്കസുദവയിൽ ജില്ലയിലെ MLA-മാർ പങ്കെടുത്ത സുഹൃത്ത് സംഗമം നടന്നു. MLA-മാരായ K. പ്രവീൺകുമാർ, K. ജയന്ത്, ഫൈസൽ ബാബു, ഫാത്തിമ തഹലിയ, വിദ്യാ ബാലകൃഷ്ണൻ, VT സൂരജ്, KM അഭിജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. KNM സംസ്ഥാന സെക്രട്ടറി MT മനാഫ് സ്നേഹ സന്ദേശം നൽകി. ജില്ലാ പ്രസിഡന്റ് MT അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായിരുന്നു. സദാചാരം പുണരാം, അരാജകത്വം വെടിയാം എന്ന വിഷയത്തിൽ ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ത്രൈമാസ പ്രചരണത്തിനും ചടങ്ങിൽ തുടക്കമായി. TP ഹുസൈൻ കോയ, ഡോക്ടർ KT അൻവർ സാദത്ത്, ഷുക്കൂർ കോണിക്കൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. HR മേഖലയിലെ വിദഗ്ധനും ബ്രിഡ്ജ്വേ ഗ്രൂപ്പ് HR വൈസ് പ്രസിഡന്റുമായ നിസാമുദ്ദീൻ ഫിറോസ് രചിച്ച ഫ്യൂച്ചർ റെഡി ലീഡർഷിപ്പ് ഹൗ ടു ത്രൈവ് ഇൻ ദി ഏജ് ഓഫ് AI എന്ന പുസ്തകത്തിന്റെ പേപ്പർ ബാക്ക് പതിപ്പ് പുറത്തിറക്കി. ജോലി, ബിസിനസ്, മാനേജ്മെന്റ്, നേതൃത്വം എന്നിവയെ AI വേഗത്തിൽ മാറ്റിമറിക്കുന്ന കാലഘട്ടത്തിൽ നേതൃത്വം എങ്ങനെ മുന്നോട്ടു പോകണം എന്നതാണ് പുസ്തകത്തിന്റെ ആശയമെന്ന് മാനേജ്മെന്റ് വിദഗ്ധരായ സജി കുര്യാക്കോസും PM പ്രശാന്തും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. തിക്കോടി പഞ്ചായത്തിൽ ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് കായിക മന്ത്രി OJ ജനീഷ്. നീന്തൽ പഠനം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് വിദ്യാ ബാലകൃഷ്ണൻ MLA. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി വിപത്തിനെതിരെ കരുതാം, കൈകോർക്കാമെന്ന ബോധവൽക്കരണ പരിപാടിയുമായി മാത്ര MG നഗർ സലഫി മദ്രസ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.